ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ചയ്ക്ക് ചെറുപയറും കായും കൂടെ എരിശ്ശേരിയും വഴുതനങ്ങ ഉപ്പേരിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ രാവിലത്തെ അരി ഉപ്മാവാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഉച്ചലത്തേക്ക് ഇതിപ്പോൾ കായും ഉണ്ട്. അപ്പോൾ ഈ കായ് വെച്ചിട്ടാണ് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്, ചെറുപയർ വെച്ചിട്ടും പിന്നെ വഴുതനങ്ങ. അപ്പോൾ ഈ വഴുതനങ്ങ വെച്ചിട്ട് നമുക്ക് ഉപ്പേരിയും ഉണ്ടാക്കാം. അതിനിടയ്ക്ക് ഇതാ തുണി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വാഷിംഗ് മെഷീനിൽ തുണിയിടുകയാണ്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ അപ്പോൾ ഈ പണിയും അങ്ങോട്ട് നടക്കുമല്ലോ. നമ്മുടെ കുക്കിംഗ് കഴിയുമ്പോഴത്തേനും വാഷിംഗ് മെഷീൻ്റെ പണിയും കഴിയും. അപ്പോൾ ഇതെല്ലാം ഇട്ട് സെറ്റ് ചെയ്യുകയാണ്. ക്വിക്ക് വാഷിനാണ് ഇടാറ്. അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീൻ അതിൻ്റെ പണി തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ ഇതാ ചെറുപയർ വൃത്തിയിൽ കഴുകിയെടുത്ത് നമുക്ക് ഇനി പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. കായ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 വിസിൽ നമുക്ക് എടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ രാവിലത്തെ അരി ഉപ്മാവ് ബാക്കി വന്നത് ഒരു കണ്ടെയ്നറിലാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ രാത്രിത്തേക്കോ രാവിലത്തേക്കോ എടുക്കാം. ഇനിയിപ്പം നമ്മുടെ കായ് വേവിച്ച് തുടങ്ങാം. അതിനിതപ്പോൾ ഒരു പാത്രത്തിലേക്ക് കായ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ കായ് വേകാനുള്ള പാകത്തിന്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ. പിന്നെ വേണ്ടത് ഉപ്പാണ്. പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ കായൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. അതിനിടയിൽ ഇതാ നമ്മുടെ വഴുതനങ്ങ നീട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പയറും ഇതാ വെന്ത് കഴിഞ്ഞു. ഇനി ഈ പയർ നമ്മളുടെ കായ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ കായിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായി തിളയ്ക്കട്ടെ. അപ്പോൾ ഈ പയറും കായും കൂടെയൊക്കെ ഒന്ന് മിക്സായി വരണം. ഉപ്പുണ്ടോയെന്ന് വീണ്ടും നോക്കണം, വേണമെങ്കിൽ ആഡ് ചെയ്യണം. ഇനി വഴുതനങ്ങ ഉപ്പേരിക്ക് ഇതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഒരു സവാള ഇതാ കട്ട് ചെയ്തത്, പിന്നെ ഒരു 2 പച്ചമുളക് കീറിയത്, പിന്നെ കരിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മുടെ വഴുതനങ്ങ പറയുമ്പോൾ അത് വേഗം ആകുമല്ലോ, അധികം സമയം എടുക്കില്ല. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ വേഗം കുക്കായി കിട്ടുകയും ചെയ്യും. പാകത്തിന് ഉള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് കവർ ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 to 6 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി അരപ്പിന് നാളികേരം എടുത്തു, മഞ്ഞൾ, ഗാർലിക്ക്, ഉള്ളി, ജീരകം ഇത് നന്നായി അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കോക്കനട്ട് മിക്സ്ചർ നമ്മുടെ ഈ പയറും കായും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിനുള്ള വെള്ളവും നമ്മുടെ മിക്സി പാത്രത്തിൽ തന്നെ വെള്ളം ആഡ് ചെയ്ത ശേഷം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 3 to 4 മിനിറ്റ്സ് വീണ്ടും അത് ബോയിലാവട്ടെ. എന്നിട്ട് ഫൈനലി ഇതാ കരിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണയും. ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേനും എന്തൊരു മണമാണ്. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ആഡഡ് ടേസ്റ്റ് കൊടുക്കുന്നതും ഈ കറിക്ക്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറുപയറും കായും കൂടെ ഉള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങ ഉപ്പേരിയും റെഡി ആയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അധികം സമയം എടുക്കില്ല എന്ന്. അപ്പോൾ ഉപ്പേരിയും റെഡിയായി. അപ്പോൾ ഉച്ചയൂണിന് ഇതാണ് ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ ഇവിടേക്ക് ക്ലീൻ ചെയ്യണം. ദോശയ്ക്ക് അരി മുഴുവൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് വൈകുന്നേരം അരയ്ക്കാനായിട്ട്. വാഷിംഗ് മെഷീനിൽ അതിൻ്റെ പണിയും കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇതും ഓഫ് ചെയ്ത് ഇനി നമുക്ക് തുണി വെളിയിലിടാം. ഇനി കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചെറുപയറും കായും കൂടെ എരിശ്ശേരിയും വഴുതനങ്ങ ഉപ്പേരിയാണ്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.